നിന്നാണ് ഈ പറയുന്ന 3 രാജസ്ഥാൻ സ്വദേശികൾ. അതിൽ 2 പേർ പോലീസ് പിടിയിലായിരുന്നു. 3 പേർ പിടിയിലായിരുന്നു. അതിൽ ഒരാൾ ഈ പറയുന്ന വെന്റിലേഷൻ തകർത്ത് രക്ഷപ്പെടുകയും പോലീസുകാരുടെ എണ്ണക്കുറവൊക്കെ നമ്മൾ പറഞ്ഞത്. അതിനുശേഷം പ്രത്യേക സെർച്ച് ടീമൊക്കെ വന്നു. നാട്ടുകാരും വളരെ സജീവമായി ഇടപെട്ടു. നമ്മൾ ആ സ്ഥലം റാഫി പ്രേക്ഷകരെ കൃത്യമായി തന്നെ കാണിച്ചതാണ്. ഒരുപാട് പണിതീരാത്ത കെട്ടിടങ്ങൾ അതിനകത്തുണ്ട്. ഒരു ഉപേക്ഷിക്കപ്പെട്ടൊരു വീട് അവിടെ ഈ പറഞ്ഞ കൃത്യം ഒളിച്ചിരിക്കാൻ പരുവത്തിന് പണിഞ്ഞു വെച്ചിരിക്കുന്നതാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കുറ്റക്കാടുകൾ, പൊന്തക്കാടുകൾ, കാട് ഒക്കെ നിറഞ്ഞ ഒരു കാടും മേടും എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. അതിനടുത്ത് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ പിന്നിൽ ഇത്തരത്തിൽ കാടും മേടും എന്ന് പറഞ്ഞൊരു സ്ഥലം വേണോ എന്നാൽ പോലീസ് സ്റ്റേഷൻകാരും പോലീസുകാരൊക്കെ ആലോചിക്കട്ടെ. അത് വെട്ടി വൃത്തിയാക്കുന്നൊക്കെ ആലോചിച്ചുകൂടെ എന്നൊക്കെ ആലോചിക്കട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കയറിയിരിക്കാം, പാമ്പൊക്കെ കയറിയിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ കാടൊക്കെ അല്ലേ അത്. അപ്പോൾ അവിടെ ഈ പറയുന്ന എന്താണ് കടലിൽ കായം കലക്കിയെന്ന പറഞ്ഞ മട്ടിൽ അവിടെ പോയി ഒളിച്ചിരുന്ന കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വേണമെങ്കിലുണ്ട്. എന്തായാലും അതൊന്നും സംഭവിച്ചില്ല. നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആ പ്രതിയെ പോലീസ് പിടികൂടി. ഇനിയിപ്പോൾ കണ്ടെയ്നർ ഇവരുടെ വരവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ? നേരത്തെ റാഫി പറയുന്ന പോലെ ഈ പറയുന്ന ഈക്കോ കാർ മോഷണവുമായി ബന്ധപ്പെട്ട കാറ് കടത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണോ, അതിന് കണ്ടെയ്നർ എന്താണ്, കണ്ടെയ്നർ ആരുടേതാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള സംശയ ദൂരീകരണം ഉണ്ടാവട്ടെ. റാഫി, അപ്പോൾ ഇനി കേസിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയല്ലേ? നീ വിശദമായി ചോദ്യം ചെയ്യല്ലേ, ഇങ്ങനെ അത്രയും സാഹസികമായി രക്ഷപ്പെടാൻ എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചറിയലല്ലേ ചെയ്യുക റാഫി? ആഷിമി, തീർച്ചയായും ഇനി വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തമിഴ്നാട്ടിലെ ഗുരുവാരപ്പള്ളിയിൽ നിന്നാണ് കാർ മോഷണം പോയത്. ഗുരുവാരപ്പള്ളിയിൽ നിന്നാണ് ഈ എക്കോ വാഹനം ഒരു കണ്ടെയ്നറിൽ കടത്തിക്കൊണ്ടു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. ഇവിടെ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പനങ്ങാട് പോലീസ് ഇവിടെ പരിശോധന നടത്തിയതും കണ്ടെയ്നർ തടഞ്ഞു നിർത്തി കണ്ടെയ്നർ കസ്റ്റഡിയിലെടുത്ത് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ആളുകളെയും കസ്റ്റഡിയിലെടുത്തത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇവർ 3 പേരും രാജസ്ഥാൻ സ്വദേശികളായ രാജസ്ഥാൻ രജിസ്ട്രേഷൻ കണ്ടെയ്നറിലെത്തിയ 3 പേരെയും പനങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഇവർ തന്നെയാണ് പ്രതികൾ എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലുള്ള സംശയം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നറിൽ നിന്ന് ലഭിച്ചത് ഗ്യാസ് കട്ടറുകളാണ്. ATM തകർക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് കട്ടറുകളും ഒപ്പം തന്നെ ഈ AC വെന്റിലേഷൻ അടക്കം തകർക്കാൻ കഴിയുന്ന അനുബന്ധ ഉപകരണങ്ങളും AC-യും എല്ലാം തന്നെ ഇവർക്ക് കണ്ടെയ്നറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു വാഹനം കയറ്റിടാനുള്ള സ്ഥലം ആ കണ്ടെയ്നറിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ എവിടെയെങ്കിലും ഈ വാഹനം ഇറക്കിയതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. നേരത്തെ ഹരിയാനയിൽ നിന്ന് ATM റോബറിക്ക് എത്തുന്ന ഒരു സംഘങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിൽ മോഷ്ടിച്ച കാറുമായി ATM-കളിൽ എത്തി മോഷണം നടത്തിയതിനു ശേഷം ഈ കാറുകൾ